ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇല്ലാതാവുന്ന വായനാശീലത്തെക്കുറിച്ചും ശോഷിച്ചു പോകുന്ന എഴുത്തിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയാണ് പുസ്തക ദിനം കടന്നുപോകുന്നത്. ഈ വായനയ്ക്ക് പ്രസക്തി കൂടിയതോടെ പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു എന്നതിൽ തർക്കമില്ല. എങ്കിലും ചിന്തയുടെയും സാംസ്കാരിക ഉദ്ബോധനത്തിന്റെയും നല്ല നാളേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഓരോ പുസ്തക ദിനവും. പ്രധാന വാർത്തകളിലേക്ക്. LDF സർക്കാർ ആവിഷ്കരിച്ച ഹെൽത്ത് ആൻഡ് സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് TP ദാസൻ. മലാപ്പറമ്പ് UP സ്കൂൾ തകർത്ത സംഭവം മാനേജരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. വായനയ്ക്കായി പ്രവർത്തിക്കണമെന്ന് സാഹിത്യ ലോകത്തിന്റെ ആഹ്വാനം. വാർത്തകൾ വിശദമായി. മലാപ്പറമ്പ് AUP സ്കൂളിൽ തകർത്ത സംഭവത്തിൽ മാനേജരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. അധ്യാപക, യുവജന, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട മാർച്ച് പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് AUP സ്കൂൾ കെട്ടിടം തകർത്ത സ്കൂൾ മാനേജരെ അറസ്റ്റ് ചെയ്യുക, വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. CSI പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ KSTA, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, DYFI, SFI, NGO യൂണിയൻ, KGOA, AKPCTA, AKGCT, പുരോഗമന കലാസാഹിത്യ സംഘം, KMCTSU, KGNA, KMSRA, NTU, KPSTU, AKSTU എന്നീ സംഘടനകൾ അണിചേർന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ അതിന്റെ മാത്രമല്ല പ്രശ്നം. ഇങ്ങനെയിപ്പോ ഈ മാനേജറും സംഘവും ഇവിടെ എവിടെയോ തന്നെ ഒളിച്ചു നിന്ന് മീഡിയാസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ട്, മാധ്യമങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. പോലീസിനെ മാത്രം അന്വേഷിച്ച് കണ്ടെത്താനാവുന്നില്ല. സമരപരിപാടികൾക്ക് PK സതീശൻ, K ചന്ദ്രൻ മാസ്റ്റർ, TP കുഞ്ഞിക്കണ്ണൻ, ജയപ്രസാദ്, പ്രസാദ് മാസ്റ്റർ, KT രാധാകൃഷ്ണൻ, M മുരളീധരൻ, PA നാരായണൻ, KK ഭാസ്കരൻ, വരുൺ ഭാസ്കർ, TP ബിനീഷ്, MK നികേഷ്, ഡോക്ടർ രാമകൃഷ്ണൻ, ഡോക്ടർ PP ബാബു, PT സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സൈബർ സാങ്കേതിക വിദ്യയുടെയും വായനയുടെയും നൂതനമായ കാലഘട്ടത്തിലേക്ക് കടന്നുവരികയാണ് ഒരു പുസ്തക ദിനം കൂടി. എഴുത്തുകാരനും നാടകകൃത്തുമായ വില്യം ഷേക്സ്പിയറിന്റെയും മിഷേൽ ഡി സർവാന്റിസിന്റെയും ചരമദിനമാണ് 1995 മുതൽ യുനെസ്കോ ലോക പുസ്തക ദിനമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. മരിക്കുന്ന വായനയെക്കുറിച്ചും അനാഥമാകുന്ന എഴുത്തിനെക്കുറിച്ചുമെല്ലാം ഓർമ്മപ്പെടുത്തിയാണ് ഒരു പുസ്തക ദിനം കൂടി കടന്നുപോകുന്നത്. ആധുനികതയുടെ ലോകത്ത് ഈ വായന തരംഗമായതോടെ പുസ്തകങ്ങൾക്ക് പിറകെയുള്ള വായനക്കാരന്റെ യാത്ര അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു. എഴുത്തിലെ പുതിയ ആവിഷ്കാര രീതിയും പുതിയ എഴുത്തുകാർ കണ്ടെത്തുന്ന വിഷയ വൈവിധ്യവും എഴുത്തിനെ മികവുറ്റതാക്കുന്നുണ്ടെങ്കിലും വായനയ്ക്ക് ഇപ്പോഴും പഞ്ഞമാണ്. കോഴിക്കോട്ടെ പഴയതും പുതിയതുമായ പുസ്തക വിപണികളിൽ ഇപ്പോഴും തിരക്കനുഭവപ്പെടുന്നുണ്ട്. പഴയ പുസ്തകം വിൽക്കുന്ന കടകളിൽ 50% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. നോവലുകൾ, ആഴ്ചപ്പതിപ്പുകൾ, മാസികകൾ, ബാലസാഹിത്യ കൃതികൾക്കെല്ലാം ഡിസ്കൗണ്ട് വിൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വിലയിൽ കുറവ് വരുത്തിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ക്ലാസിക് നോവലുകളുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിക്കുന്നുണ്ട്. 1995 മുതലാണ് യുനെസ്കോയുടെ നേതൃത്വത്തിൽ പുസ്തക ദിനം ആചരിക്കൽ നടത്തിയത്. ലോകം കണ്ട ഏറ്റവും മികച്ച നാടകകൃത്ത് വില്യം ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ഇതിനാധാരം. പുസ്തക ദിനത്തോടൊപ്പം ലോക പകർപ്പവകാശ ദിനം കൂടിയാണ് ഏപ്രിൽ 23. വായനയെ വളർത്താനും അതുവഴി ചിന്തയെ ഉണർത്താനും ചിന്തകളുടെ സാംസ്കാരിക പുരോഗതിക്ക് ഉപകാരപ്പെടുത്താനുമാണ് യുനെസ്കോ പുസ്തക ദിനം വിപുലമായി ആചരിക്കുന്നത്.
പക്ഷേ സാംസ്കാരിക കേരളത്തിൽ പുസ്തക ദിനത്തിന്റെ പ്രാധാന്യം ആരും അറിയാതെയാണ് കടന്നുപോകുന്നത്. വായന ദിനം KM പണിക്കരുടെ പേരിൽ ആഘോഷിക്കുകയും പുസ്തക ദിനം അവഗണിക്കുകയും ചെയ്യുകയാണ് മലയാളികൾ. വായനയെ മറന്ന് ദൃശ്യ സംസ്കാരത്തിന് പിറകെയാണ് ഇപ്പോഴെല്ലാവരും. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ LDF സർക്കാർ ആവിഷ്കരിച്ച ഹെൽത്ത് ആൻഡ് സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് TP ദാസൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് 15,000 രൂപ വരെ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടും സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ വൈകുകയാണെന്നും TP ദാസൻ ആരോപിച്ചു. ഹെൽത്ത് ആൻഡ് സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെന്റ് 2007 ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ഒരു സിലബസ് തയ്യാറാക്കുകയും ആ സിലബസിന് കേരള ഗവൺമെന്റിന്റെ കരിക്കുലം കമ്മിറ്റിയും ക്യാബിനറ്റും 2009 നവംബർ 6 അംഗീകാരവും നൽകി. ശിശുദിനത്തിൽ ഹെൽത്ത് ആൻഡ് സ്പോർട്സ് കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപനവും നടന്നു. ഇതിനുശേഷം 2 വർഷം മുൻപ് കരിക്കുലം കമ്മിറ്റിയും ഗവൺമെന്റും അംഗീകരിച്ച ഹാൻഡ്ബുക്ക് റിലീസും ചെയ്തു. പക്ഷേ ഇന്നേ വരെ ഹെൽത്ത് ആൻഡ് സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഉത്തരവോ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2007 ആരംഭിച്ച് 3 വർഷം തുടർച്ചയായി നടത്തിയ കേരളത്തിലെ സ്കൂളുകൾക്കുള്ള കായികക്ഷമതാ പദ്ധതിയും ഇപ്പോൾ 2-3 വർഷമായി നടക്കുന്നില്ല എന്നതാണ് വസ്തുത. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 20% കുട്ടികൾക്കും കായികക്ഷമതയില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകളിലും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ മാസത്തിൽ 15,000 രൂപ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്നും തീരുമാനമുണ്ട്. ഇതിനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്യും. ഈ സാഹചര്യമെല്ലാം ഉണ്ടായിട്ടും ഇത് അംഗീകരിച്ച് നടപ്പാക്കാൻ ഇതുവരെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. സ്പോർട്സ് കൌൺസിലിന്റെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 1000-ഓളം സ്കൂളുകളിൽ കായിക അധ്യാപകന്മാരില്ല. പുതുതായി നിശ്ചയിക്കാനുള്ള സാഹചര്യവും കാണുന്നില്ല. അടിയന്തരമായും നിയമത്തിന്റെ പരിരക്ഷയിൽ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും TP ദാസൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KJ മത്തായും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി കാൽ വാടക കുറയ്ക്കാത്ത KSEB നടപടിയിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഈ മാസം 29-ന് വൈദ്യുതി മന്ത്രിയുടെ വീട്ടുപടിക്കൽ മരണം വരെ നിരാഹാര സമരം നടത്താൻ കോഴിക്കോട് ചേർന്ന COA മേഖലാ യോഗത്തിൽ തീരുമാനിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ സ്പാനിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. KSEBയുടെ വൈദ്യുതി പോസ്റ്റ് വാടക 17 രൂപയിൽ നിന്നും 311 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത വൈദ്യുതി ബോർഡിന്റെയും സർക്കാരിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നിരാഹാര സമരം വിജയിപ്പിക്കുന്നതിനു വേണ്ടി COA ഉത്തരമേഖലയിലെ ജില്ലാ മേഖലാ ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മാസം 29-ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ നമ്മുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിരിക്കുന്നു. നമുക്ക് നീതി കിട്ടുന്നതുവരെ നിരാഹാരം ഇരിക്കാനുള്ള പ്രഖ്യാപനമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. യോഗത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കേരള വിഷൻ ഡിജിറ്റൽ TV ഡയറക്ടർമാരായ അബൂബക്കർ സിദ്ദിഖ്, M രാധാകൃഷ്ണൻ, ഹരിദാസ്, സുരേഷ് ബാബു, രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് നിഷാദ് മണങ്ങാട്ട് സ്വാഗതവും സെക്രട്ടറി M മൻസൂർ നന്ദിയും രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ നാഷണൽ സേവിംഗ്സ് ഏജന്റ് സഹകരണ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ സഹകരണ സംഘം പ്രസിഡന്റ് A മുരളീധരൻ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ജില്ലാ നാഷണൽ സേവിംഗ്സ് ഏജന്റ് സഹകരണ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ 2010, 11, 12, 13 വർഷങ്ങളിലേക്ക് 10% വീതം ലാഭവിഹിതം പ്രഖ്യാപിക്കുകയും സംഘത്തിന്റെ ഉന്നമനത്തിന് ഉതകുമാറ് നിയമാവലിയിൽ വരുത്തേണ്ട ഭേദഗതികൾ പാസാക്കി അംഗീകരിക്കുന്നതിനായി അസിസ്റ്റന്റ് രജിസ്ട്രാർ വഴി ജോയിന്റ് രജിസ്ട്രാർക്ക് അയക്കുവാനും തീരുമാനിച്ചു. ബൈലോ 55 അംഗീകരിച്ച് ഒരംഗത്തിന് എടുക്കാവുന്ന വായ്പയുടെ പരിധി ഓഹരി മൂലധനത്തിന്റെ 20 ഇരട്ടി എന്നത് ഓഹരി മൂലധനത്തിന്റെ 100 ഇരട്ടി വരെ എന്നാക്കി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതേസമയം ഭേദഗതി നമ്പർ ബൈലോ 5 പൊതുജനങ്ങളിൽ നിന്ന് C ക്ലാസ് അംഗത്വം സ്വീകരിക്കാവുന്നതും അവർക്ക് സ്ഥിര നിക്ഷേപമോ മറ്റു ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് പദ്ധതിയിൽ അംഗമാവാമെന്ന ഭേദഗതിയും അംഗീകരിക്കാതെ തിരിച്ചയച്ചിരിക്കുകയാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപത്തിനും C ക്ലാസ് ഷെയറുകൾക്കും അനുവാദം ലഭിക്കുകയാണെങ്കിൽ സംഘം പ്രവർത്തനം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എളുപ്പമാവും എന്നതായിരുന്നു ഭേദഗതിയുടെ ഉദ്ദേശം. സഹകരണ സംഘം പ്രസിഡന്റ് A മുരളീധരൻ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K ജലജകുമാരി, മെമ്പർമാരായ AP ബൽരാജ്, മോളി ജോർജ്, ദേവയാനി തുടങ്ങിയവർ സംസാരിച്ചു. അഭിഭാഷകരുടെ കുട്ടികൾക്കു വേണ്ടി കാലിക്കറ്റ് ബാർ അസോസിയേഷൻ
കളിക്കൂട്ടം ഏകദിന വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ സെഷൻസ് ജഡ്ജ് വി ഭാസ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകരുടെ കുട്ടികൾക്കായി ഏകദിന വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ ഹാളിൽ കളിക്കൂട്ടം എന്ന പേരിൽ ഒരുക്കിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ സെഷൻസ് ജഡ്ജി വി ഭാസ്കരൻ നിർവഹിച്ചു. ചടങ്ങിൽ JCI ദേശീയ പരിശീലകൻ AR വിനോദിനെ ഉപഹാരം നൽകി ആദരിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അശോക് കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ടെനിസൺ തോമസ് എന്നിവർ സംസാരിച്ചു. With at least one kg with a hairband. With at least one kg with a hairband. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. സമ്പോധ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ പൂന്തേനരുവി മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. തളി NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പ് പൂന്തേനരുവി കുട്ടികൾ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എവിടെ പഞ്ചപാണ്ഡവർ, എവിടെ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ, എവിടെ ഭീമൻ, എവിടെ വില്ലാളിവീരനായ അർജുനൻ, എവിടെ നമ്മുടെ സഹദേവന്മാർ. സമ്പോധ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പൂന്തേനരുവി മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. തളി NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പ് പൂന്തേനരുവി കുട്ടികൾ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കഷ്ടം കഷ്ടം തന്നെ. ഇദ്ദേഹം ഗുരുപുത്രനാണ്, വിശേഷിച്ചും ഗുരു പുത്രൻ പിതാവ്. സമ്പോധ് ഫൗണ്ടേഷൻ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. കേരള സമ്പോധ് ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കായി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാലപ്പുറം NSS കരയോഗം സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂരപ്പൻ കോളേജ് കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ രാജൻ മനയിൽ എന്നിവർ സംബന്ധിച്ചു. അച്ഛനമ്മമാർക്ക്, എല്ലാ അച്ഛനമ്മമാർക്കും ശാന്തിയും സമാധാനവും അനുഭവിക്കട്ടെ. നാടും നഗരവും കുടിവെള്ളത്തിനായി കേഴുമ്പോൾ കനാൽ ജലം ലഭ്യമാക്കാൻ അധികാരികൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ റെസിഡന്റ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ജനരോഷം അണപൊട്ടി. കക്കോടി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കാളികളായി. പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കരുവശ്ശേരി ഭാഗത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ഈ ഭാഗത്തെ കനാലിൽ വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മീപ്പം റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂട്ടോയിലെ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത സമരത്തിൽ ജലക്ഷാമത്തിന്റെ രൂക്ഷത അറിയിച്ച് പ്ലക്കാർഡുകളും ഉയർത്തി. പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ചെറിയ ചെറിയ കനാലുകളും വലിയ കനാലുകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ജലസേചന ശൃംഖലയാണ് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ രൂപപ്പെട്ടു വന്നത്.
പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ പത്മകുമാർ, കെ കുഞ്ഞൻ, കെ പി പ്രമോദ്, വിപിൻ ദാസ്, എം കെ ബിജു, വി പി സുരേന്ദ്രൻ, കെ സി കോയ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ കരുവശ്ശേരിയിലെ കനാലിലേക്ക് വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടികൾ ഇന്നു തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകി. ഇതേ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. കോയവളപ്പിൽ BK കനാലിന്റെ കൈവഴിയായ തോട് കയ്യേറി സ്വകാര്യ നടപ്പാലം നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. തോട് കയ്യേറിയതിനെതിരെ പുതിയ സംരക്ഷണ സമിതിക്ക് നാട്ടുകാർ രൂപം നൽകി. കോയാവളപ്പിൽ BK കനാൽ കൈവഴിയായ തോട് കയ്യേറി പാലം നിർമ്മിച്ചതിനെതിരെ നാട്ടുകാർ സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അരക്കിണർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. കഴിഞ്ഞ ദിവസം തോട് കയ്യേറി സ്വകാര്യ നടപ്പാലം നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സമിതി രൂപവൽക്കരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. കൊക്കൻ തിരുത്തി പടന്നയിലാണ് തോടിലേക്ക് ഇറക്കി നടപ്പാലം കെട്ടുന്നത്. മഴക്കാലത്ത് ഒഴുക്കിനെ ബാധിക്കുമെന്നായപ്പോഴാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. കോർപ്പറേഷൻ 53, 54 ഡിവിഷനുകൾ അതിരിടുന്ന തോടിലാണ് കയ്യേറ്റമുള്ളത്. മുക്കണ്ണി പാലത്തു നിന്ന് തുടങ്ങി BK കനാലിൽ ചേരുന്നതാണ് തോട്. ഇതിനു പലയിടത്തും പാർശ്വഭിത്തിയില്ല. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്തുകാർ സംഘടിച്ചു പാലത്തിനു സമീപം ബോർഡ് സ്ഥാപിച്ചു വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ഇത് വകവയ്ക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോയപ്പോൾ ജനം സംഘടിച്ച് പ്രവൃത്തി തടഞ്ഞു. ഇക്കാര്യം വാർഡ് കൌൺസിലർമാരെ അറിയിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും പൂർണ്ണമായും തോട് സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. ടി റുമീസ് സംരക്ഷണ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. കെ സിദ്ധാർത്ഥൻ അധ്യക്ഷം വഹിച്ചു. എം രമേശൻ, കെ ബാലരാമൻ, വി പി മൊയ്തീൻ കോയ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ കെ ബാലരാമൻ, വി പി മൊയ്തീൻ കോയ, കെ പ്രസൂൺ കുമാർ എന്നിവരും സംബന്ധിച്ചു. ഗുണഭോക്താവ് കൊണ്ടുവന്ന മിനിലോറിയിൽ മണൽ നൽകാത്തതിനെ ചൊല്ലി ചെറുവണ്ണൂർ പഴയ പാലം കടവിൽ തർക്കം. മണൽ ലോറികൾ കടവിൽ തടഞ്ഞിട്ടു. ഏറെ നാളത്തെ നിരോധനത്തിനു ശേഷം മണൽ വിതരണം പുനരാരംഭിച്ച വേളയിലാണ് ലോറിയെ ചൊല്ലി കടവിൽ വാക്കേറ്റമുണ്ടായത്. ചെറുവണ്ണൂർ പഴയ പാലം കടവിലാണ് ഗുണഭോക്താവ് കൊണ്ടുവന്ന മിനി ലോറിയിൽ മണൽ നൽകാത്തതിനെ ചൊല്ലി തർക്കമുണ്ടായത്. ഇഷ്ടമുള്ള വാഹനത്തിൽ മണൽ കൊണ്ടുപോകാമെന്ന കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഒരു ഗുണഭോക്താവ് ലോറിയുമായി എത്തിയത്. ഇതിനെ കടവിൽ രജിസ്റ്റർ ചെയ്ത ലോറിക്കാർ എതിർത്തതാണ് ബഹളത്തിനിടയാക്കിയത്. കടവിൽ രജിസ്റ്റർ ചെയ്ത ലോറികൾ മാത്രമേ മണൽ കൊണ്ടുപോകാൻ അനുവദിക്കൂവെന്നതായിരുന്നു വാദം. പഴയ പാലം കടവിൽ ഏറെക്കാലത്തെ നിരോധനത്തിനു ശേഷം മണൽ വിതരണം പുനരാരംഭിച്ച വേളയിലാണ് ലോറിയെ ചൊല്ലി കടവിൽ വാക്കേറ്റമുണ്ടായത്. മണൽ വിതരണം തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും നല്ലളം അഡീഷണൽ SI M മുരളി എത്തി മണൽ കയറ്റിയ ലോറികൾ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വയനാട്ടിൽ കാട് കത്തിച്ചത് ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് നടപ്പാക്കാനാണെന്ന് പരിസ്ഥിതി സംഘടനകൾ. പരിസ്ഥിതി സംരക്ഷണ സമിതി ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡോക്ടർ ആർസു യോഗം ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ കാട് കത്തിച്ചത് ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് നടപ്പാക്കാനാണെന്ന് പരിസ്ഥിതി സംഘടനകൾ. ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് ഹരിത നഗരത്തിലേക്ക് എന്ന സന്ദേശമുയർത്തി പരിസ്ഥിതി സംരക്ഷണ സമിതി കിഡ്സൺ കോർണറിൽ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡോക്ടർ ആർസു യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നദികൾക്കും നമ്മുടെ കാടുകൾക്കും നമ്മുടെ ജലവിഭവങ്ങൾക്കും നമ്മുടെ ജലാശയങ്ങൾക്കുമൊക്കെ ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് ഇന്ന് നൽകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം എന്നതിൽ ബങ്കിം ചന്ദ്ര എഴുതി വച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ദേശീയ പ്രബുദ്ധതയുടെ അല്ലെങ്കിൽ രാഷ്ട്രപ്രേമത്തിൻ്റെതായിട്ടുള്ള തലത്തിൽ മാത്രം എടുക്കാതെ മാനവരാശിക്ക് നിലനിൽക്കുവാൻ സാധിക്കാവുന്ന രീതിയിലുള്ള അജണ്ട നമ്മുടെ രാഷ്ട്രീയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിസ്ഥിതി വികസന സമിതി ചെയർമാൻ മണലിൽ മോഹനൻ, MA ജോൺസൺ, ബാലകൃഷ്ണൻ കണ്ണഞ്ചേരി, PK ശശിധരൻ, MM സദാനന്ദൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സമൂഹത്തിലും വിദ്യാഭ്യാസ രംഗത്തും വന്ന അപജയമാണ് സാഹിത്യ നിരൂപണത്തെ ശുഷ്കമാക്കിയതെന്ന് ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. കേരള സാഹിത്യ സമിതി പ്രൊഫസർ PC വാസുദേവൻ എളയത് എൻഡോമെന്റ് പ്രഭാഷണത്തിൽ കൈമോശം വരുന്ന വിമർശനാത്മകത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ സമിതി പ്രൊഫസർ PC വാസുദേവൻ എളയത്ത് എൻഡോൺമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. കൈമോശം വരുന്ന വിമർശനാത്മകത എന്ന വിഷയത്തിൽ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ പ്രഭാഷണം നടത്തി. സമൂഹത്തിൽ മൊത്തത്തിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വന്ന അപജയമാണ് സാഹിത്യ നിരൂപണത്തെ ശുഷ്കമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക വിമർശകരുടെയും സാഹിത്യ പ്രവർത്തകരുടെയും വായന മൂടിക്കെട്ടാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അനീതിയോട് പോരാടാനുള്ള മാനസികാവസ്ഥ സാഹിത്യകാരന്മാർ വീണ്ടെടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ PC വാസുദേവന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ നടന്നുപോയ ആ സാഹിത്യ ഗവേഷണ നിരൂപണത്തിന്റെ പാത ഏതാണെന്ന് അന്വേഷിച്ച്
ആ പാത നമ്മുടേതിൽ നിന്ന് അന്യമായിത്തീരുന്നു എന്ന ഒരു ബോധം ഉരുത്തിരിഞ്ഞു വന്ന് ആ ബോധത്തിൽ നിന്ന് ഉണർന്ന് ഒരു പുതിയ പാത വെട്ടിത്തുറക്കാൻ നമുക്ക് സാധിക്കും. പി വത്സല അധ്യക്ഷം വഹിച്ചു. കാസിം വാടാനപ്പള്ളി, പി ശ്രീധരനുണ്ണി എന്നിവർ പ്രസംഗിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. വിദേശ പൂക്കൾ സൗരഭ്യം പരത്തി കൊയിലാണ്ടി ഫ്ലവർ ഷോ. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലെ വിദേശീനം പൂക്കൾ കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാണ്. ഫ്ലവർ ഷോയുടെ ഭാഗമായി അലങ്കാര മത്സ്യ പ്രദർശനം, ഡോഗ് ഷോ, ഭക്ഷ്യമേള, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 5 വർഷമായി മലബാർ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായാണ് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചത്. ഏപ്രിൽ 16 ആരംഭിച്ച ഫ്ലവർ ഷോയിൽ വിദേശ പൂക്കളുടെ സൗന്ദര്യമാണ് പ്രധാന ആകർഷണം. ബഡ്ഡിംഗ് ശാസ്ത്ര രീതിയിലൂടെ തയ്യാറാക്കിയ റോസാപ്പൂക്കളും ലില്ലി, ജമന്തി, ഡാലിയ തുടങ്ങിയവയും പ്രദർശനത്തെ വേറിട്ടതാക്കുന്നതാണ്. ഫ്ലവർ ഷോയോടൊപ്പം അലങ്കാര മത്സ്യ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, ഡോഗ് ഷോ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ 14 രാജ്യങ്ങളിൽ നിന്നും ശുദ്ധജല തടാകങ്ങളിൽ മാത്രം വസിക്കുന്ന അലങ്കാര മത്സ്യങ്ങളാണ് പ്രദർശനത്തിൽ പ്രധാനികൾ. മനുഷ്യനെ തിന്നുന്ന പിരാനയും, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യത്തിൽപ്പെട്ട പാരാപൈമയും, രാത്രിയിൽ മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന റെഡ് ടൈൽ വിൻഫിഷ്, 3 മീറ്റർ വരെ നീളം വെക്കുന്ന അലിഗേറ്റർ എന്നിവയും അലങ്കാര മത്സ്യ പ്രദർശനത്തിലുണ്ട്. കൂടാതെ വിദേശീനം പക്ഷികളും പൂച്ചകളും ആസ്വാദകരെ ആകർഷിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ പ്രദർശനമുണ്ടാവും. ഏപ്രിൽ 27 പ്രദർശനം സമാപിക്കുന്നത്. പൂക്കാട് കലാലയത്തിന്റെയും തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മാമ്പഴക്കാലം മധ്യവേനൽ അവധി ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി നാടക സെമിനാറുകളും നാടക കളരിയും സംഘടിപ്പിച്ചു. കൗമാരക്കാരായ 400 വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാടക സംഘങ്ങൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ, നാട്ടുകാർ കളിയാട്ടത്തിനായി നാടും നഗരവും ഒരു മാസം മുൻപേ സജ്ജമായിരുന്നു. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനും പൂക്കാട് കലാലയവും ചേർന്നൊരുക്കുന്ന 6 നാൾ നീണ്ടു നിൽക്കുന്ന മാമ്പഴക്കാലം എന്ന അവധിക്കാല ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് കൂട്ടായ്മയുടെ പുതിയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. ക്ലാസ് മുറിക്ക് പുറത്ത് കലയുടെയും സംസ്കാരത്തിന്റെയും മനുഷ്യ പ്രകൃതിയിലൂന്നിയ ജീവിതത്തിന്റെയും പാഠങ്ങൾ നൽകുന്ന കലാശാലയായി ക്യാമ്പ് മാറി. ക്യാമ്പ് ഡയറക്ടർ മനോജ് നാരായണനായിരുന്നു. കലാലയത്തിലെ CGN ചേമഞ്ചേരി സ്മാരകവേദിയിലാണ് വരവേൽപ്പ് എന്ന പരിപാടിയോടെ ക്യാമ്പ് ആരംഭിച്ചത്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കളിവിളക്ക് തെളിയിച്ചു. സകല കലകളെയും സമന്വയിപ്പിക്കാൻ പോന്ന നാടകരൂപത്തിന്റെ സിദ്ധാന്തവും അരങ്ങേറ്റവും പരിചയപ്പെടുത്തിക്കൊണ്ട് 6 ദിവസം ക്യാമ്പിൽ നാടക കളരിയും ഉണ്ടായിരുന്നു. ചിത്രശലഭങ്ങളുടെ തീവണ്ടി, തിരകൾ, എലിപുരാണം, ഹേയ് അജസുന്ദരി, ദേശ് ഹമാര ദേശ്, ടോട്ടോ ചാൻ, ക്ലാ ക്ലീ ക്ലൂ, കാബൂളിവാലിയുടെ മകൻ, ഏക് താര, മറുപാട്ട്, കളർ ബോക്സ് എന്നീ 10 നാടകങ്ങളും നാടകക്കളരിയിൽ ഉരുത്തിയിരിക്കുന്ന സ്കിറ്റുകളും ക്യാമ്പിൽ അരങ്ങേറി. നാടകങ്ങളുടെ അവലോകനം, നാടകവേദി അധികരിച്ചുള്ള സെമിനാറുകൾ, അഭിനേതാവിനെ സൃഷ്ടിക്കുന്ന വ്യായാമ മുറകൾ, മുഖാമുഖങ്ങൾ, ചർച്ചകൾ, ഗുരുവന്ദനം, അനുസ്മരണ സമ്മേളനങ്ങൾ, സ്മൃതിയാത്ര തുടങ്ങിയവയും ക്യാമ്പിലുണ്ടായിരുന്നു. MK രാഘവൻ MP, സൂര്യ കൃഷ്ണമൂർത്തി, ഒളിമ്പ്യൻ PT ഉഷ, MG ശശി, ബാലു കിരിയത്ത്, അനിൽ പനച്ചൂരാൻ, ഇബ്രാഹിം വെങ്ങര, കരിവള്ളൂർ മുരളി, ചേമഞ്ചേരി നാരായണൻ നായർ, ഗോപിനാഥ് കോഴിക്കോട്, ജയസൂര്യ, രമേഷ് കാവിൽ, MM സജീന്ദ്രൻ, ഹീര നെട്ടൂർ, KM മനോഹരൻ, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം പ്രേംകുമാർ, ജനാർദ്ദനൻ വാടാനപ്പള്ളി, പ്രേംകുമാർ വടകര, മജീഷ് കാരയാട്, ശിവദാസ് ചേമഞ്ചേരി, KS ഗീത, ഷാജി കല്ലായി, MK സുരേഷ് ബാബു, കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, ഡോക്ടർ K ശ്രീകുമാർ, സിവിക് ചന്ദ്രൻ, V രാജൻ മാസ്റ്റർ, ശ്രീജിത്ത് പൊയിൽക്കാവ്, ഡോക്ടർ MK കൃപാൽ, KT രാധാകൃഷ്ണൻ, സത്യചന്ദ്രൻ പൊയിൽക്കാവ്, ശശി കോട്ട് തുടങ്ങി 50ഓളം കലാ സാംസ്കാരിക പ്രതിഭകൾ വിദ്യാർത്ഥികളുമായി ആശയവിനിമയത്തിനായി ക്യാമ്പുകളിൽ എത്തിയിരുന്നു. ഒയിസ്ക കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭൗമദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഒയിസ്ക സെന്ററിൽ നടന്ന പരിപാടിയിൽ കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് PD മാത്യു അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭൗമദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഒയിസ്ക സെന്ററിൽ നടന്ന പരിപാടിയിൽ കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് PD മാത്യു അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക സംസ്ഥാന കമ്മിറ്റി മെമ്പർ R സുരേന്ദ്രൻ ഭൗമദിന സന്ദേശം നൽകി. നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കുവാനുള്ള ഇതിനുള്ള അനേകം സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒരുമിച്ച് വരികയാണ്. കുമാരനാചാര്യ ചിന്താവിഷയത്തിൽ ഒരു സ്ഥലത്ത് പറയും, തരുപക്ഷി മൃഗാദി നദികളെയും നരകളോടും സ്വരകളോടും ഒന്നുമേ ഒരു മട്ടി ഇവരുള്ളിലേതുമോ സർവ്വ സ്നേഹ രസം നിലനിൽക്കുക. ഈ ലോകത്ത്
പുരോഗതി നേടാൻ സാധിക്കണമെങ്കിൽ ആ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ട് ഏറ്റവും വലിയ രാജ്യം ഏതാണ്, ഏറ്റവും സമൃദ്ധിയുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയുധം ഉണ്ടാകുന്ന രാജ്യമാണ്, ഏറ്റവും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കുന്ന രാജ്യം എന്നുള്ളത്. സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ഡയറക്ടർ ജനറൽ അരവിന്ദ് ബാബു, ഓയിസ്ക കാലിക്കറ്റ് ചാപ്റ്റർ മുൻ പ്രസിഡന്റ് പി ഹേമപാലൻ, ചീഫ് കോർഡിനേറ്റർ പി കെ നളിനാക്ഷൻ, കാലിക്കറ്റ് വിമൻ ചാപ്റ്റർ പ്രസിഡന്റ് ഷഹന സാലിം, വൈസ് പ്രസിഡന്റ് കെ എം ലേഖ, സെക്രട്ടറി രശ്മി കിഷോർ, എസ് കെ കീർത്തന, ഗീതിക പി നായർ, ഇ പി ശിവാനി, പി കെ നഗ്മ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മോട്ടോർ കേബ് വാഹനങ്ങൾ, കോൺട്രാക്ട് കാരേജ്, പുഷ്ബാക്ക് വാഹനങ്ങൾ, ടൂറിസ്റ്റ് പുഷ്ബാക്ക് ബസ്സുകൾ തുടങ്ങിയവയുടെ ഭീമമായ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 30 കലക്ടറേറ്റിന് മുൻപിൽ 12 മണിക്കൂർ കൂട്ട ഉപവാസം നടത്തുമെന്ന് കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 25 വൈകിട്ട് 4 മണിക്ക് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. ടൂറിസ്റ്റ് വാഹന മേഖലയെ തകർക്കുന്ന നികുതി വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാനമാകെ സംഘടനകളുമായി യോജിച്ച് പ്രക്ഷോഭം സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീ ഓറവിങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 53 വർഷത്തിനു ശേഷം നടക്കുന്ന നവീകരണ കലശം ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാതിരശ്ശേരി ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഓറവിങ്കൽ ക്ഷേത്രം മേൽശാന്തി പി വിഷ്ണു നമ്പൂതിരി എന്നിവർ കലശത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓറവിങ്കൽ തറവാട് കുടുംബാംഗങ്ങളിൽ നിന്നും ജനകീയ കമ്മിറ്റി ക്ഷേത്രം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് നവീകരണ കലശം നടക്കുന്നത്. ഓറവിങ്കൽ ക്ഷേത്രത്തിനു പുറമെ അരീക്കുളം അരീക്കുന്ന് വിഷ്ണു ക്ഷേത്രം, നടുവത്തൂർ ശ്രീ അരീക്കര പരദേവത ക്ഷേത്രം എന്നിവയും ഒരേ ക്ഷേത്ര സമിതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി പുതുതായി ഒരു തിടപ്പള്ളിയും ഭക്ഷണശാലയും പണിതിട്ടുണ്ട്. കലശത്തിന് മുന്നോടിയായി ഏപ്രിൽ 24 വൈകിട്ട് സർപ്പബലിയും മെയ് 2 പ്രതിഷ്ഠയും നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ കുനിൽ രാഘവൻ, എം ദിവാകരൻ, പി വിശ്വനാഥൻ, ബാലകൃഷ്ണൻ ത്രിപുര, പി രത്നാകരൻ, കെ വിശ്വനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അലൈൻ റിട്ടേണീസ് അസോസിയേഷൻ അറയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് കുടുംബസംഗമം മെയ് 7 ബുധനാഴ്ച കോഴിക്കോട് തളി ക്ഷേത്രത്തിനടുത്തുള്ള ജയ ഓഡിറ്റോറിയത്തിൽ നടക്കും. ചടങ്ങിൽ അലൈനിലെ പ്രമുഖ ഇന്ത്യൻ വ്യവസായിയും കോൺട്രാക്ടറും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരനുമായ ബ്രഹ്മശ്രീ ഡോക്ടർ ജവഹർ ഗംഗാരമണിയെ അറ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447276556 എന്ന നമ്പറുമായി ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സർക്കാർ ആവിഷ്കരിച്ച ഹെൽത്ത് ആൻഡ് സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ടി പി ദാസൻ. മലപ്പുറം UP സ്കൂൾ തകർത്ത സംഭവം, മാനേജരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. വായനയ്ക്കായി പ്രവർത്തിക്കണമെന്ന് സാഹിത്യ ലോകത്തിന്റെ ആഹ്വാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.